ഹലോ മക്കളെ, അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ സ്കൂൾ ലൈഫിലെ ലാസ്റ്റ് എക്സാം ആയിട്ടുള്ള +2 പബ്ലിക് പരീക്ഷയ്ക്ക് ഇങ്ങനെ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ അതിനിടയിൽ ഒരു ഫസ്റ്റ് ടേം എന്ന നിലയിൽ ഓണപ്പരീക്ഷയൊക്കെ നല്ല അടിപൊളിയായിട്ട് എഴുതി. അപ്പോൾ നമുക്ക് തിരിച്ചറിഞ്ഞ കുറേ കാര്യങ്ങളുണ്ട് അല്ലേ. നമ്മൾക്ക് ലാസ്റ്റ് മിനിറ്റ് പഠിച്ചു കഴിഞ്ഞാൽ എവിടെയും എത്തില്ല. അത് ചിലപ്പം നിങ്ങൾ നിങ്ങളുടെ +1 എക്സാം എഴുതിയപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ മക്കളൊന്നും ആ ഒരു ലാസ്റ്റ് മിനിറ്റിലേക്ക് റിസ്ക് എടുത്തിട്ടുണ്ടാവില്ല. പക്ഷേ ഇപ്പോഴും ഒരു ശതമാനം ആൾക്കാരുണ്ട് ലാസ്റ്റ് മിനിറ്റിലുള്ള എന്താ പറയുക യൂട്യൂബ് ക്ലാസ്സുകൾ, ലാസ്റ്റ് മിനിറ്റിലുള്ള പ്രഡിക്ഷൻ ലൈവുകൾ, ഇത് മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒത്തിരി മക്കളുണ്ട്. അപ്പോൾ നിങ്ങളോടാണ് മിസ്സിന് പറയാനുള്ളത്, മക്കളെ നിങ്ങളുടെ ഈ ഒരു +1 +2ൻ്റെ ഈ റിസൾട്ട് നിങ്ങൾക്ക് നമുക്ക് അറിയില്ല നമുക്ക് ഏത് സിറ്റുവേഷനിലാണ് നമുക്കിത് ആവശ്യം വരിക. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഈ ഫുൾ മാർക്ക് കൊണ്ട് എവിടെ എല്ലായിടത്തും എത്താൻ പറ്റുമോ, ഇതാണോ ലൈഫിൽ ഏറ്റവും വലിയ കാര്യം? അങ്ങനെയല്ല. നമ്മൾ കാരണം നമ്മൾക്ക് കിട്ടുന്നൊരു ചാൻസ് നഷ്ടപ്പെടും. അപ്പം നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യമാണ് നമ്മളുടെ +1 +2ൽ നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് മാർക്സ് വാങ്ങിക്കുക എന്നുള്ളത് അല്ലേ. അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് നഷ്ടമില്ല. നമ്മൾ ഏതായാലും സ്കൂളിൽ പോകുന്നത് എന്തിനാണ്? പഠിക്കാനാണ്, നല്ല മാർക്സ് വാങ്ങിക്കാനാണ്. അപ്പോൾ ഇത് നിങ്ങളെ കൊണ്ട് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു കാര്യം. നമ്മളിപ്പം ഉഴപ്പിയാൽ ഇൻ ദ സെൻസ് നിങ്ങൾ വിചാരിക്കേണ്ട മിസ് ഞാൻ ലാസ്റ്റ് മിനിറ്റിൽ യൂട്യൂബ് ക്ലാസ്സുകൾ കണ്ട് നന്നായിട്ട് പഠിക്കുന്നുണ്ടല്ലോ, പ്രഡിക്ഷൻ ലൈവുകൾ കണ്ട് എനിക്ക് അതേപോലെ മാർക്സ് ഒക്കെ കിട്ടിയല്ലോ എന്ന് നിങ്ങൾ കരുതുന്നുണ്ടാവും. അത് ചെയ്താൽ പോരെ, ഞാൻ എന്തിനാണ് എൻ്റെ കംപ്ലീറ്റ് ഈ ഒരു +2 കോഴ്സ് ഞാൻ കഷ്ടപ്പെടുന്നത്? അപ്പം അതിനുള്ളൊരു ഉത്തരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ചാൻസ് ആണ് അല്ലേ. നമ്മൾ ഈ പ്രഡിക്ഷൻ ലൈവുകളും അതുപോലെ തന്നെ ലാസ്റ്റ് മിനിറ്റ് ലൈവുകളും നമുക്ക് വരാനുള്ള സാധ്യത നമ്മൾ ഏറ്റവും മാക്സിമം ഉള്ള നിങ്ങൾക്ക് തരികയാണ്. പക്ഷേ എന്തെങ്കിലും കാരണം കൊണ്ട് അതുപോലെ വന്നില്ലെങ്കിലോ? ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇടുന്ന ആൾക്കാർക്ക് തോന്നുകയാണ് എപ്പോഴും എന്തിനാണ് സെയിം പാറ്റേണിൽ പിടിക്കുന്നത്, ഒന്ന് മാറ്റി പിടിക്കാം, കോൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് ചെയ്യാം. നമ്മുടെ ആ വർഷം പോയില്ലേ, നമ്മൾ ആ കഷ്ടപ്പെട്ടത് മുഴുവൻ നഷ്ടമായില്ലേ. അപ്പോൾ എന്തിനാണ് നമ്മൾ ഈ ലാസ്റ്റ് മിനിറ്റിൽ ചാൻസ് എടുക്കാൻ നിൽക്കുന്നത്? അപ്പോൾ എൻ്റെ കുട്ടികളോട് മിസ്സിന് പറയാനുള്ളത്, ഒരു കാരണവശാലും നിങ്ങൾ ഈ ബൈ ഹാർട്ട് ലേണിങ്, ലാസ്റ്റ് മിനിറ്റിൽ മാത്രം പഠിക്കുന്ന ഈ കാര്യങ്ങൾ ഓർത്ത് വെച്ച് എഴുതാം എന്നുള്ളൊരു ഓവർ കോൺഫിഡൻസോട് കൂടി പോകരുത്. അത് നമുക്ക് ഒരിക്കലും നല്ലതായിരിക്കില്ല. ഓക്കെ, പകരം നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഇനിയുള്ള ചാപ്റ്റേഴ്സെങ്കിലും, ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ +2 നോക്കുകയാണെങ്കിൽ ഒരു ഫസ്റ്റ് ടേം ആണ് കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ടേം കഴിഞ്ഞെന്ന് പറയുമ്പോൾ ഒരു കുറച്ച് ചാപ്റ്റേഴ്സേ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അത് നിങ്ങൾക്ക് ഇനിയും മേക്കപ്പ് ചെയ്യാൻ വളരെ ഈസി ആയിട്ട് പറ്റും. പക്ഷേ ക്രിസ്മസ് എക്സാമിനുള്ളിൽ അത്രയും ചാപ്റ്റേഴ്സ് നിങ്ങൾ മേക്കപ്പ് ചെയ്തില്ലെങ്കിൽ അത് പബ്ലിക് എക്സാമിനാവുമ്പോഴേക്ക് നമുക്ക് പറ്റണമെന്നില്ല. പബ്ലിക് എക്സാമിന് ക്രിസ്മസ് എക്സാം കഴിഞ്ഞാൽ ഇനി ആകെ 2 മാസമേ ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഈ കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ് ഞാനങ്ങ് പഠിച്ചെടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പോസിബിൾ ആണ്. കാരണം +2ലുള്ള ചാപ്റ്റേഴ്സിൻ്റെ ഇപ്പോൾ ബയോളജിയിൽ പറയുകയാണെങ്കിൽ എണ്ണം കുറവാണ്, പക്ഷേ എല്ലാം അത്യാവശ്യം കട്ടിയുള്ള ചാപ്റ്റേഴ്സാണ്. എന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് ഓർത്തെടുത്ത് മനസ്സിലാക്കി കളയാം എന്ന് പറയുന്ന ചാപ്റ്റേഴ്സ് അല്ല, കുറച്ചുകൂടി കോൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സാണ്. അപ്പോൾ അത് നമുക്ക് ലാസ്റ്റ് മിനിറ്റിൽ ഞാൻ ഓർത്തിരിക്കും എന്നൊക്കെ നമുക്ക് വെറുതെ നമ്മൾ എന്തിനാണ് ചാലഞ്ച് എടുക്കുന്നത് അല്ലേ. നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഫസ്റ്റ് മുതൽ തന്നെ നമ്മൾ കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുക. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ എങ്ങനെ തിരിച്ചും മറിച്ചും ചോദിച്ചാലും നമുക്കൊരു കുഴപ്പമില്ല, നമ്മൾ എന്ത് ചെയ്യും, അത് കറക്റ്റായിട്ട് തന്നെ എഴുതും. അങ്ങനെ എൻ്റെ മക്കൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ മിസ് ഇപ്പോഴും പറയുന്നു, നിങ്ങൾക്കുള്ള ചാൻസാണ് നമ്മുടെ ഉയരെ 2.0. നിങ്ങൾക്ക് താല്പര്യമുള്ള മക്കൾക്കാണെങ്കിൽ ജോയിൻ ചെയ്യാം. ഒരു കാരണവശാലും എൻ്റെ മക്കൾ ലാസ്റ്റ് മിനിറ്റിലേക്ക് യൂട്യൂബ് ലൈവ് മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ പ്രഡിക്ഷൻ ലൈവുകൾ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നിൽക്കരുത്. അത് നിങ്ങൾക്ക് നല്ലതിനായിരിക്കില്ല. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും പഠിക്കാം. അപ്പോൾ നമ്മളുടെ എക്സാമിനറിലൂടെ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് പഠിക്കാനുള്ള ഒരു ഓപ്ഷനാണ് നമ്മുടെ ഉയരെ 2.0 ബാച്ച്. നിങ്ങൾക്ക് അതിലൂടെ കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് ടോപ്പിക് വൈസ് ആയിട്ട് ലേണിംഗ് വീഡിയോസ് ഉണ്ടാകും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ആ പാറ്റേൺ മനസ്സിലാക്കാൻ വേണ്ടി വീഡിയോ സൊല്യൂഷൻസ് ഉണ്ടാകും, ലൈവ് സെഷൻസ് ഉണ്ടാകും, നോട്ട്സ് ഉണ്ടാകും. അതിനെല്ലാം പുറമെ ആയിട്ട് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം നമ്മുടെ ബുക്ക് സെറ്റിൻ്റെ ഓഫർ അവസാനിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഉയരെ 2.0 ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന മക്കൾക്ക് 50 ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതിൻ്റെ സൊല്യൂഷൻസ് അടങ്ങിയിട്ടുള്ള ഈ ബുക്ക് ഇതാണെങ്കിൽ നമ്മളുടെ എല്ലാ സബ്ജക്ട്സിൻ്റെയും നിങ്ങൾക്ക് ഇതിലുണ്ടാകും. ഫിസിക്സ്, കെമിസ്ട്രി, ഇംഗ്ലീഷ്, ബോട്ടണി, സുവോളജി, മാത്സ് എല്ലാത്തിൻ്റെയും ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ബുക്ക് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ള മക്കൾക്കാണെങ്കിൽ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാം. അത് മാത്രമല്ല ഇപ്പോഴാണെങ്കിൽ 1000 rupees ഓഫുമാണ്. അതുകൂടാതെ നിങ്ങളിനിപ്പോൾ ആരെങ്കിലുമൊക്കെ +1 ഇംപ്രൂവ്മെൻറ്റ് എക്സാം എഴുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളും നമ്മുടെ ബാച്ചിൽ കിട്ടും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഇത്രയും കുറഞ്ഞൊരു ഫീസിലാണ് കിട്ടുന്നത്. അപ്പം താല്പര്യമുള്ള മക്കളാണെങ്കിൽ ഇനി ലേറ്റ് ആക്കരുത്. ഇനി ലേറ്റ് ആവുന്നതിനനുസരിച്ച് നമ്മളുടെ ബേർഡൻ കൂടി വരും. ലാസ്റ്റ് മിനിറ്റിലേക്ക് ഒരു കാരണവശാലും നിൽക്കരുത്. ഇപ്പോൾ തന്നെ കോൺസെപ്റ്റ് ക്ലിയർ ആക്കിക്കൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് പഠിച്ചു പോവാം.
നമുക്ക് അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ ഈ പ്ലസ് ടു ലൈഫ് എപ്പോഴും ആലോചിക്കുമ്പോൾ ഒരു സന്തോഷം നിറഞ്ഞ രീതിയിൽ തന്നെ നിങ്ങളുടെ പ്ലസ് ടു ലൈഫ് മാറട്ടെ. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാം. നമ്മുടെ ഉയരെ 2.0 ബാച്ചിൽ ജോയിൻ ചെയ്യാം. അടിപൊളിയായിട്ട് പഠിക്കാം.